കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വാടക വീട്ടിൽ മോഷണം. 10 പവൻ സ്വർണവും പണവും അപഹരിച്ചു. വീടിന്റെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. പന്തീരങ്കാവ് പോലീസ് വിശദാന്വേഷണം നടത്തുകയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് മോഷണം. പെരുമൺപുറയിലെ വീടിന്റെ മുകൾ നിലയിലാണ് കുടുംബം താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ വീട് പൂട്ടി സ്വദേശമായ തൃശ്ശൂരിൽ പോയിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി തിരിച്ചറിയുന്നത്. എനിക്ക് തുറന്നു നോക്കിയപ്പോഴൊന്നും ആദ്യത്തെ പുറത്തെ ലോക്കൊന്നും പൊട്ടിച്ചിട്ടില്ല. പക്ഷെ അകത്ത് കയറിയപ്പോഴാണ് അലമാരയുടെ വാതിൽ തുറന്നു നടക്കുന്നത് കണ്ടിട്ടാണ് സംശയം തോന്നിയത്. അപ്പം അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് വളരെ നേർത്ത രീതിയിലുള്ള കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് മരത്തിന്റെ ഡോർ ഉൾപ്പെടെ താഴേക്കുള്ള ഹാൾ ഉൾപ്പെടെയുള്ള ലോക്കുകൾ കട്ട് ചെയ്തിട്ട് വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ച ആഭരണവും പണവുമാണ് കവർന്നത്. മെയ്ഡിന് കൊടുക്കാനുള്ള സാലറി ഉൾപ്പെടെ വിഷുക്കൈനറ്റ് ഉൾപ്പെടെ ഏകദേശം 19,000 രൂപ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വർണം ഞാൻ എൻ്റെ കഴുത്തിലും അതുപോലെ തന്നെ മക്കളുടെയും കാതിലുമുള്ള പാദസരം ഉൾപ്പെടെ എല്ലാം ബാഗിൽ പേഴ്സിൽ വെച്ച് കയ്യിൽ വെക്കുന്നതായിരുന്നു. അലമാരയിൽ മുമ്പിൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അലമാരയ്ക്ക് അകത്ത് ഏറ്റവും ഫസ്റ്റ് ഇതിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പോയത്. ഏകദേശം 2 പേഴ്സിലായിട്ട് ഏകദേശം 10 പവനോളം ഉണ്ട്. ഒരു ഡയമണ്ട് കമ്മലും ഒരു ഡയമണ്ട് സ്റ്റഡും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാമാണ് പോയത്. പന്തീരങ്കാവ് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിൽ പരിശോധന നടത്തി. വീട്ടുടമ താഴത്തെ നിലയിലാണ് താമസിക്കുന്നത്. ഇവരും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു മോഷണം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.